ഹായ് എവ്രി വൺ, എല്ലാവർക്കും നല്ല ഒരു സൺഡേ നേരുന്നു. ഇവിടെ മോർണിംഗ് ആണ്. എൻ്റെ പേര് ജാൻസി. എന്നെ അറിയാൻ മേലാത്തവർക്ക് പറയാണ്, എൻ്റെ പേര് ജാൻസി. ഞാനൊരു ക്ലിനിക്കൽ നഴ്സായിട്ട് ഓസ്ട്രേലിയ വർക്ക് ചെയ്യുന്നു. ഞാനൊരു ഓൺട്രപ്രനോർ ആണ്. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് എന്നെ മിക്കവാറും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പം ഞാൻ ഇന്നൊരു കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈയിടെയായിട്ട് പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ചെയ്യുന്ന ഈ ബിസിനസ് ശരിയാണോ, ഇത് സ്കാം ആണോ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നല്ല ഒരു നമസ്കാരം. ദൈവനാമത്തിൽ നിങ്ങളെ ഞാൻ എൻ്റെ ഈ ദൈവനാമത്തിൽ നിങ്ങളെ എൻ്റെ ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് മെയിൻലി ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ സ്കാം ആണെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് 3 ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്ന്, ഞാനൊരു ക്ലിനിക്കൽ നഴ്സായിട്ട് കഴിഞ്ഞ 18 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നു. ഓസ്ട്രേലിയയിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു രജിസ്ട്രേഷൻ ആവശ്യമാണ്. ആ രജിസ്ട്രേഷൻ നമുക്ക് ചുമ്മാതെ കിട്ടുന്നതല്ല. ഫേക്ക് സർട്ടിഫിക്കറ്റ് കാണിച്ച് ഞാൻ സമ്പാദിച്ചതല്ല എൻ്റെ രജിസ്ട്രേഷൻ. 4 വർഷം നഴ്സിംഗ് കഷ്ടപ്പെട്ട് പഠിച്ച് കിട്ടിയ ആ പഠിച്ച സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ അസസ്മെന്റ് ചെയ്യാനായിട്ട് സിഡ്നിയിൽ അയച്ച് ഒരു വലിയ ടീം ആ സർട്ടിഫിക്കറ്റ് അസസ് ചെയ്തതിന് ശേഷമാണ് അത് അഫ്പ്രയിൽ സബ്മിറ്റ് ചെയ്തത്. എന്നിട്ട് അഫ്പ്രയാണ് എനിക്ക് രജിസ്ട്രേഷൻ തന്നിരിക്കുന്നത്. ഈ ഒരു രജിസ്ട്രേഷൻ ഞാൻ ലൂസ് ചെയ്യാനായിട്ട് നോക്കുവോ? ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച ഈ ഒരു രജിസ്ട്രേഷന് ഞാൻ അതൊരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് നോക്കത്തില്ല. എൻ്റെ ജോലിക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു, 18 വർഷമായിട്ട് ഞാനിവിടെ അഫ്പ്ര രജിസ്ട്രേഷനോടുകൂടി ലീഗലായിട്ട് ചെയ്യുന്ന ഒരു ജോബാണ് എൻ്റെ നഴ്സിംഗ് ജോബ്. ഇതിനു മുന്നേ ഞാൻ UK-യിലായിരുന്നു. UK-യിൽ എനിക്ക് NMC രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്ത് NMC രജിസ്ട്രേഷൻ അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്തതിൻ്റെ എല്ലാ അസസ്മെന്റ് പേപ്പേഴ്സും NMC-യിൽ വിട്ട് അങ്ങനെയാണ് എനിക്ക് NMC രജിസ്ട്രേഷൻ കിട്ടിയത്. അല്ലാതെ ഇത് ചുമ്മാതെ ആർക്കെങ്കിലും കൊണ്ട് എന്നാ പറയുന്നത്, കൈക്കൂലി കൊടുത്തിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ കൈക്കൂലി കൊടുത്തിട്ട് ഫേക്ക് രജിസ്ട്രേഷൻ വാങ്ങിച്ച ഒരാളല്ല ഞാനും എൻ്റെ ഈ ബിസിനസ് ചെയ്യുന്ന ആരും തന്നെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ലീഗലായിട്ടാണുള്ള ഒരു രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ കളയാനായിട്ട് ഞങ്ങൾ ആരും ഒരു കാര്യവും ചെയ്യത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഒരു കാര്യവും ചെയ്ത് ഞങ്ങൾക്ക് അങ്ങനെ പൈസ നേടണ്ട. എന്നെ സംബന്ധിച്ച് 41 വർഷം, ഇതെന്റെ 41ാമത്തെ വർഷമാണ്. 1984-ലാണ് ഞാൻ നഴ്സിംഗ് പാസ് ഔട്ട് ആകുന്നത്. ആ നഴ്സിംഗ് ഞാൻ ആസാമിൽ നഴ്സിംഗ് പഠിച്ച് എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ നഴ്സിംഗിൽ കയറി. നഴ്സിംഗ് 4 വർഷം പഠിച്ചിട്ടാണ് പല രാജ്യങ്ങളിൽ പോയി. എനിക്ക് പല രാജ്യത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പല രാജ്യങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഞാൻ സൗദിയിൽ 13 വർഷം സൗദിയിൽ ജോലി ചെയ്തതാണ്. ഇതൊന്നും എനിക്ക് കൈക്കൂലി കൊടുത്തിട്ട് എനിക്ക് ഇവിടെയൊക്കെ ജോലി കിട്ടിയതല്ല. പ്രോപ്പറായിട്ട് രജിസ്ട്രേഷൻ കിട്ടി, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂവിൽ പാസ്സായിട്ട് കിട്ടിയ ഒരു ഓഫറാണ് ഈ ജോലി. എല്ലാ ജോലിയും എനിക്ക് അങ്ങനെ തന്നെ കിട്ടി. അല്ലാതെ കള്ളത്തരം കാണിച്ചോ കൈക്കൂലി കൊടുത്തോ ഒന്നും വാങ്ങിച്ചതല്ല എൻ്റെ ജോലിയെ. എൻ്റെ കഴിവും കൊണ്ടോ എൻ്റെ മിടുക്കും കൊണ്ടോ അല്ല. എന്നെ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് തന്നതാണ്. ഈ രാജ്യത്ത് ഞാൻ ആയിരിക്കുന്നതും ഈ രാജ്യത്തിലെ നന്മകൾ എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റിയതും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഫേക്കായിട്ട് ഞാൻ ഇവിടെ ഒരു ബിസിനസ് ചെയ്ത് മറ്റുള്ളവരുടെ പൈസ ഞാൻ പിടിച്ചു പറിച്ച് ഞാൻ എൻ്റെ ഇവിടെ അടിച്ചു പൊളിക്കുകയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ ബിസിനസ് അസോസിയേറ്റും ആരുടെയും $1 പോലും അല്ലെ £1 പോലും പിടിച്ചു പറിച്ചിട്ടല്ല ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ അടുത്ത് ഞാൻ അതാണ് പറയുന്നത്, എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അഫ്പ്ര രജിസ്ട്രേഷൻ ഉണ്ട്. രണ്ടാമത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുവാണ്, ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ HR-ൽ, അതായത്
ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ HR-ന്ന് ഒരു ഫോം ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങള് വേറെ നഴ്സിംഗ് ഫീൽഡ് അല്ലാതെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ അല്ലയോ എന്ന് അവർക്ക് അസസ് ചെയ്യണം. സോ അതിനൊരു ഫോം ഉണ്ട്. ആ ഫോം വാങ്ങിച്ച് എന്റെ ബിസിനസിന്റെ പേരും എന്റെ ABN നമ്പർ, അതായത് ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ, അതിനകത്ത് കൊടുത്ത് എന്റെ ബിസിനസിന്റെ പേരും എന്റെ ഇമെയിൽ ID, എന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് കൊടുത്തിട്ട് HR അത് അസസ് ചെയ്തതിന് ശേഷം എനിക്ക് റിപ്ലൈ തന്നു, യു ആർ ഓൾ ഗുഡ് ടു ഗോ, ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അസ്, ദിസ് ഈസ് നോട്ട് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാട്ട് യു ആർ ഡൂയിങ്. സോ അതിൽ കൂടുതൽ എനിക്ക് ഈ പബ്ലിക്കിന്റെ ഒന്നും പെർമിഷന്റെ ആവശ്യമില്ല. ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ എന്റെ ഹോസ്പിറ്റലിനോ എന്റെ ഹോസ്പിറ്റലിലെ ഉള്ള HR-നോ ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് അവർക്ക് ഒരു പ്രോബ്ലവും ഇല്ല. അവരുടെ 100% എഗ്രിമെന്റോടെയാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. പിന്നെ ഇത് സ്കാം ആണെന്ന് പറയുന്നവരുടെ നോളജ് അത്രേ ഉള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അവർക്ക് നോളജ് ഇല്ലാത്ത കൊണ്ടാണ് അവർ ഈ വായി വരുന്നതൊക്കെ പറയുന്നത്. ഇത് സ്കാം ആണ്, തട്ടിപ്പറിക്കുവാണ്, ആൾക്കാരുടെ പൈസ വാങ്ങിക്കുവാണ്, ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നത്, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയും. അത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ചില ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഞങ്ങൾ ഈ ബിസിനസിന്റെ ഫുൾ ഇൻഫർമേഷൻ, അതായത് ഇത് ഒരു ഇൻഫോം ഡിസിഷൻ ആണ് എല്ലാവരും എടുക്കുന്നത്. അപ്പൊ ഈ ബിസിനസിന്റെ ഫുൾ ഇൻഫർമേഷൻ എടുക്കാൻ $149 പേ ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ അവര് തന്നെ എടുക്കുന്ന ഒരു ഡിസിഷൻ ആണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ആ $149 ചിലരുടെ വിചാരം, അത് ഞാൻ പറയുവാണെങ്കിൽ അവരുടെ വിചാരം ആ 149 അവർ എനിക്കാ പേ ചെയ്യുന്നത്. അങ്ങനെ പേ ചെയ്തിട്ട് എത്ര പേരുടെ 149 എന്റെ അക്കൗണ്ടിൽ ഉണ്ട്, ഇവൾ ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അവരോട് ഞാൻ പറയുന്നു, ആ $149 ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷനിലോട്ടാണ് പോകുന്നത്. അത് 30 days മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. വിതിൻ 30 days നിങ്ങൾ ആ പ്ലാൻ എല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സൂട്ടബിൾ അല്ല, നിങ്ങൾക്ക് അത് പറ്റത്തില്ല എന്ന് വിചാരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് റീഫണ്ട് വാങ്ങിക്കാം. ആരുടെ അടുത്തും ആരും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, എന്തിനാണ് നിങ്ങൾ റീഫണ്ട് വാങ്ങിക്കുന്നതെന്നും ചോദിക്കത്തില്ല. നിങ്ങൾ ഈ ബിസിനസിന്റെ പ്ലാൻ കണ്ടിട്ട് എല്ലാവർക്കും പറ്റുന്നതല്ല. അത് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റീഫണ്ട് വാങ്ങിക്കാം. അപ്പൊ ആ 149 എന്റെ അക്കൗണ്ടിൽ, എന്റെ ഇന്റർനെറ്റിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ട്, ആ 149 ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ അക്കൗണ്ടിലല്ല വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ബിസിനസ് ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞങ്ങൾക്കൊരു ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ, ആ നമ്പർ ഇല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. ആ നമ്പർ എനിക്കുണ്ട്, അത് എന്റെ ബിസിനസ് ഞാനിവിടെ രജിസ്റ്റർ ചെയ്തെങ്കിലാണ് എനിക്ക് ആ നമ്പർ കിട്ടുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ ഏൺ ചെയ്യുന്ന മണി എല്ലാം ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ഇത് ഡയറക്റ്റ് ആയിട്ടും ബാങ്കിലേക്ക് വരുന്ന കമ്മീഷനാണ് ഞങ്ങൾക്ക്. അപ്പം ബാങ്കിൽ വരുന്ന കമ്മീഷൻ, ഓരോ $1 കമ്മീഷനും ഞങ്ങൾ ടാക്സ് പേ ചെയ്യുന്നതാണ്. അപ്പം $1 പോലും അണ്ടർ ദ ടേബിൾ ഞാൻ ഏൺ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ്സിലുള്ള ആരും അണ്ടർ ദ ടേബിൾ മണി ഏൺ ചെയ്യുന്നില്ല. പ്രോപ്പർ ചാനലിൽ കൂടെ ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ വരുന്നു. അമേരിക്ക, കാനഡ ഉള്ള കൺട്രീസില് അവർക്ക് ചെക്കായിട്ട് ചെല്ലുന്നു. ചെക്ക് കൊണ്ടുവന്ന് ബാങ്ക് ഡിപ്പോസിറ്റ് ഇടും. അത് അന്നേരം ഒരു സ്കാം ആണെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അതൊരു കോമൺ സെൻസ് നിങ്ങൾ യൂസ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾ പറയത്തില്ല പ്രോപ്പറായിട്ട് പ്രൊഫഷണൽ ലൈസൻസ് ഉള്ള ഒരാൾ സ്കാം ചെയ്യുന്നു, ആൾക്കാരെ സ്കാമിലേക്ക് കൊണ്ടുവരുന്നു എന്ന്. ഒരു ലിറ്റിൽ ബിറ്റ് കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തി പോലും അത് പറയത്തില്ല ഇത് സ്കാം ആണെന്നുള്ളത്. പിന്നെ ഈ സ്കാം എന്ന് പറയുന്ന ആൾക്കാരുടെ പിന്നത്തെ പ്രോബ്ലം എന്നാണെന്ന് വെച്ചാല്, ഈ ബിസിനസ്സിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇവരുടെ വിചാരം ഈ ആൾക്കാരിടുന്ന ഇൻവെസ്റ്റ്മെന്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, 3,000 or 10,000 or 5,000 or വാട്ട് എവർ ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ വിചാരം ആ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് ഇടുന്നതെന്ന്. പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ പൈസ വാങ്ങിക്കുന്ന
സമ്പാദിക്കുന്ന ഒരാളായിരുന്നെ പണ്ടേ ഞാൻ മില്യണയർ അല്ല ബില്യണയർ ആയേന്. ഈ ഇടുന്ന പൈസ മുഴുവനും എൻ്റെ അക്കൗണ്ടിലോട്ടാണ് വരുന്നതെങ്കിൽ ഞാനുമായിട്ടല്ല നിങ്ങൾ ബിസിനസ് അഫിലിയേറ്റ് ചെയ്യുന്നത്. ഞാനും നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രനോർ ആണ്. അപ്പം ഈ ഇടുന്ന പൈസ എൻ്റെ അക്കൗണ്ടിലോട്ടല്ല വരുന്നത്. അങ്ങനെ വരുമായിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തിയേനെ? ഞാൻ ലക്ഷപ്രഭുവല്ല, കോടിപതിയായേനെ. നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി എൻ്റെ അക്കൗണ്ടിലല്ല വരുന്നത്. ഞാൻ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുവാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി നിങ്ങൾ ഏത് കമ്പനിയുമായിട്ടാണ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ കമ്പനിയുമായിട്ടാണ് നിങ്ങളുടെ എഗ്രിമെന്റ്. നോട്ട് വിത്ത് മീ. എനിക്ക് നിങ്ങളുമായിട്ട് ഒരു മണി എഗ്രിമെന്റും ഇല്ല. ഞാൻ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ദർ ഈസ് എ way you can earn an extra income. I am guiding you to that place, that channel. I am guiding you, telling you there is another way. Instead of taking extra shift, instead of doing double shift or permanent night shift, there is another way you can generate a very good income without spoiling your health. അതാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ പോലെ ഞാനും ഒരു കാലത്ത് വളരെ കഷ്ടപ്പെട്ട് ഡബിൾ ഷിഫ്റ്റും ട്രിപ്പിൾ ഷിഫ്റ്റും 7 days വർക്കും ഒക്കെ ചെയ്ത ആളാണ്. അപ്പൊ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരാളിനെ ആ കഷ്ടപ്പാടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നല്ല ഒരു ജീവിതം നയിക്കാൻ, അവരുടെ കുടുംബത്തിന് നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ അടുത്ത് ഈ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുന്നത്. അല്ലാതെ ഞങ്ങളുടെ ആരുടെ അക്കൗണ്ടിൽ നിങ്ങൾ ആരും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇടുന്നില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇടുന്ന അത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ഫോംസ് സബ്മിറ്റ് ചെയ്യുന്നത് എന്റെ പേരിലല്ല സബ്മിറ്റ് ചെയ്യുന്നത്, അത് കമ്പനിയുടെ പേരിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ ID വേണമെങ്കിൽ ഒരു കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരത്തില്ല. ഇന്നലെ ഞാൻ ഒരാൾ പറയുന്നത് കേട്ടു, ഈ മലയാളീസിന് എന്ത് ഫ്രീ ആയിട്ട് കിട്ടിയാലും അവര് സന്തോഷമായിട്ട് വാങ്ങിക്കുമെന്ന്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് മലയാളിക്കട പോകുമ്പോൾ എക്സ്പയർ ആയ ചില പാക്കറ്റുകൾ, ചിലപ്പോൾ മുളക് പൊടി ആയിരിക്കാം, ചിലപ്പോൾ വല്ല ചിപ്സിന്റെ പാക്കറ്റ് ആയിരിക്കാം, അത് എക്സ്പയർ ആകുക. അപ്പൊ ആ എക്സ്പയർ ആകുന്നത് ഫ്രീ ആയിട്ട് സാധനം വാങ്ങിക്കുന്ന കൊടുത്ത് ഫ്രീ ആയിട്ട് കൊടുക്കും. എന്തോ ഒരു സന്തോഷത്തോടെയാണ് അവരത് വാങ്ങിച്ചോണ്ട് പോകുന്ന കാണുമ്പോൾ നമുക്കറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് മോസ്റ്റ് ഓഫ് ദ മലയാളീസിന്. കാരണം അത് ഈ ചിക്കൻ ഹാർട്ടായിട്ടുള്ള മലയാളികളുടെ ഒരു സ്വഭാവമാണ് അത്. എന്ത് ഫ്രീ കിട്ടിയാലും ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്തും അവര് സന്തോഷത്തോടെ 4 കൈയും നീട്ടി വാങ്ങിക്കും. അപ്പൊ അവരുടെ വിചാരം ഈ ഒരു ബിസിനസ്സും ഫ്രീ ആണെന്നാണ്. അത് എനിക്കറിയില്ല എന്ത് ചിന്തയോടെയാണ് അവരത് ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളൊരു ഫ്രാഞ്ചൈസി, ഒരു പെട്രോൾ പമ്പ് ഫ്രാഞ്ചൈസി എടുക്കുക. ആ പെട്രോൾ പമ്പ് ഫ്രാഞ്ചൈസി എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു പൈസ പോലും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാതെയാണോ നിങ്ങൾ ആ ഫ്രാഞ്ചൈസി തുടങ്ങുന്നത്? ഓക്കെ, ഒന്നും വേണ്ട. നിങ്ങൾ ഒരു ഡോമിനോസ് പിസ്സയുടെ ഫ്രാഞ്ചൈസി എടുക്കുക. അപ്പൊ ആ ഡോമിനോസ് പിസ്സയുടെ ഫ്രാഞ്ചൈസി എടുക്കുക. നിങ്ങൾക്ക് മുന്നിൽ ഒരു കട കാണാനുണ്ട്, പക്ഷെ ഞങ്ങളുടേത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് കാണാനില്ല. അതാണ് നിങ്ങളുടെ പ്രോബ്ലം. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഫേക്ക് ആണെന്ന്. ഇത് ഡിജിറ്റൽ വേൾഡ് ആണ്. ദിസ് ഈസ് എ ഡിജിറ്റൽ വേൾഡ്. നിങ്ങൾ ഈ 15 വർഷം, ഞാൻ 1979 നഴ്സിംഗിന് പോയി. ആ ടൈം അല്ല ഇപ്പത്തെ ടൈം. 79 എവിടെ കിടക്കുന്നു? ഇപ്പം 2026 ഈസ് എ ഡിജിറ്റൽ വേൾഡ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ നഴ്സിംഗ് പഠിച്ച കാര്യങ്ങളല്ല ഇപ്പം, കൂടുതലും വേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നഴ്സിംഗ് പഠിച്ചപ്പം പഠിച്ചു. പിന്നെ പുതിയ കാര്യങ്ങൾ ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു വരിക ചെയ്യുന്നത്. അതാണ് ഈ ഡിജിറ്റൽ വേൾഡിൽ താമസിക്കുമ്പോൾ ഇത്രയ്ക്ക് നിങ്ങളുടെ ബുദ്ധി വികസിച്ചിട്ടുള്ളോ എന്ന് ഓർക്കുമ്പം നിങ്ങളോടൊക്കെ ശരിക്കും പറഞ്ഞാൽ സഹതാപമുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ പറയത്തില്ലേ, പട്ടി പുല്ല് തിന്നുമോ അതുമില്ല, പശുവിനെ ഒട്ട് തീറ്റിക്കുമോ അതുമില്ല. അങ്ങനത്തെ മെന്റാലിറ്റിയോടെ ജീവിക്കുന്ന കുറെ മനുഷ്യ രൂപത്തിലുള്ള കുറെ ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്.
അവര് എങ്ങനെയും വേറെ ഒരു മലയാളി നല്ല രീതിയിൽ ജീവിക്കുന്ന കാണുമ്പോഴത്തേക്കിനും കുശുമ്പെന്ന് പറഞ്ഞാൽ ഈ കുശുമ്പിന് ഒരു മരുന്നുമില്ല നമുക്ക്. അത് എവിടെ പോയാലും കുശുമ്പിന് ഒരു മരുന്നുമില്ല. അപ്പം ഞങ്ങളെ പോലെയുള്ളവർ ഈ ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങൾ ജീവിക്കുന്നു. നല്ല ഒരു ഇൻകം, ഞങ്ങളുടെ നോർമൽ നഴ്സിംഗ് ജോബിനെ കാട്ടിൽ കൂടുതൽ നല്ല ഒരു ഇൻകം ഞങ്ങൾ ഈ ബിസിനസ്സിൽ കൂടി ജനറേറ്റ് ചെയ്യുന്നു. അത് കാണുമ്പോൾ ഇവർക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇവർക്ക് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യണോ? അതും വേണ്ട. അവർക്ക് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും ചെയ്യണ്ട, ചെയ്യുന്ന മറ്റുള്ളവരെ എങ്ങനെയും ദ്രോഹിക്കാമെന്നാണ് അവർ നോക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ശരിയായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഇറ്റ് വിൽ ലാസ്റ്റ്. അതൊരിക്കലും ഇന്ന് തുടങ്ങി കൂണ് മുളച്ചു വരുന്ന പോലെ ഇന്ന് തുടങ്ങി നാളെ അത് തീർന്നു പോകത്തില്ല. അങ്ങനെ തീർന്നു പോകാനാണെങ്കിൽ ഞങ്ങളുടെ ഈ കമ്പനി 51 വർഷമായി ഈ കമ്പനി തുടങ്ങിയിട്ട്. ഞങ്ങൾ ഈ ചെയ്യുന്ന ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഓൾമോസ്റ്റ് 10 years ആകുന്നു. ഇതൊന്ന് പോകണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഇവിടെ കാണത്തില്ലായിരുന്നു. അപ്പം എന്തിനാണ് ഇങ്ങനെ കുശുമ്പ് കുത്തി മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്നത്? ഒരു കാര്യം, അങ്ങനെയൊന്നും തേജോവധം ചെയ്താൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റത്തില്ല. ഞങ്ങള് നന്നായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുവാണ്. ഇപ്പം ഞാൻ 2.5 വർഷമായി ബിസിനസ് ചെയ്യുന്നു. എന്റെ പേജിൽ പോയി നോക്കിയാൽ അറിയാം എന്റെ ഗ്രോത്ത്. ഞാൻ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്ന് എന്റെ പേജിൽ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന് മുതൽ കാണാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ നോക്കുക എന്റെ ഗ്രോത്ത് എവിടെയാണ്. ജസ്റ്റ് സീ ഇൻ ആൻ ഇയർ വേർ ഐ ആം ഗോയിങ് ടു ബി. This is a challenge. I'm challenging you. Watch me where I will be standing in an year. In end of 2026 ഡിസംബറിൽ ഞാൻ എവിടെ എത്തുമെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിക്കോ, നിങ്ങൾ തന്നെ കണ്ടോ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഗ്രോത്ത് നിങ്ങൾ നോക്കി, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേജിൽ പോയി ഗോ സെർച്ച് എവ്രി വൺ ഓഫ് us. You will see our growth. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ തകർച്ച കാണത്തില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഞങ്ങളുടെ തകർച്ച കാണത്തില്ല. ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ മോർഗേജ് ഞങ്ങൾ ക്ലിയർ അപ്പ് ചെയ്യും. ഞങ്ങളുടെ കടബാധ്യതകളുള്ളവർ അവരത് ക്ലിയർ ചെയ്യും. ഞങ്ങൾ ഹോളിഡേയ്സിന് പോകും. ഞങ്ങളുടെ പിള്ളേരെ നല്ല യൂണിവേഴ്സിറ്റിയിൽ വിട്ട് പഠിപ്പിക്കും. ഞങ്ങളുടെ പിള്ളേർക്ക് വീടുകൾ എടുത്തു കൊടുക്കും. നോക്കിക്കോ, ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്റെ ലൈവ് ഇന്ന് ഇച്ചിരി നീണ്ടുപോയി. പക്ഷെ എനിക്ക് പറയേണ്ടതായിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി നീണ്ട ഈ ലൈവ് ആണെങ്കിലും ഞാനിത് പറയുന്നത്. അത് കേൾക്കേണ്ടവരുടെ അടുത്ത് ഇത് എത്തിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളിത് കേട്ടോ. സ്കാം ആണെന്നും പറഞ്ഞ് ഞങ്ങളെ തേജോവധം ചെയ്യുന്ന ചില മലയാളി അച്ചായന്മാരുണ്ട്. അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരുടെ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത്. അവരാണ് ഈ വീഡിയോ കേൾക്കേണ്ടതും ഈ വീഡിയോ കാണേണ്ടതും. അപ്പൊ ഇങ്ങനെ എന്തൊക്കെ ഞങ്ങളെ പറഞ്ഞാലും നിങ്ങളുടെ ജീവിതം, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഈ കുറ്റം പറയുന്നവരുടെ ജീവിതം ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കും. ഇവരൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കുറെ വീഡിയോസ് ചെയ്യും. അവരുടെ വീഡിയോ ഇപ്പൊ 100 പേര് കണ്ടെങ്കിലല്ലേ ഇവന്റെയൊക്കെ വീട്ടിൽ കഞ്ഞി കുടിക്കാനായിട്ട് പൈസ കിട്ടത്തുള്ളൂ. കാരണം ഇപ്പം 10 പേര് കാണുന്ന വീഡിയോ ഇതുപോലെയുള്ള നെഗറ്റീവ് കമന്റുകൾ ഇട്ട് ആ വീഡിയോ പുറത്തിറക്കുമ്പം 10 പേര് കണ്ടുകൊണ്ടിരുന്ന ഇവന്റെയൊക്കെ വീഡിയോസ് ഒരു 1000 പേര് കണ്ടെങ്കിൽ ഈ 1000 പേര് കണ്ടെങ്കിലേ ഇവന് കഞ്ഞി കുടിക്കാനുള്ള പൈസ കിട്ടത്തുള്ളൂ. കാരണം എത്ര നല്ല ഡിഗ്രി ഉള്ളവനായാലും UK വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പഠിച്ച ആ ജോലിക്ക് അനുസരണമായിട്ട് ആണുങ്ങൾക്കൊന്നും UK ഓസ്ട്രേലിയയിലും ജോലി കിട്ടത്തില്ല. ഞാൻ UK ആയിരുന്നുകൊണ്ട് എനിക്കറിയാം അവർക്ക് ജോലി കിട്ടത്തില്ല. അപ്പം നമ്മുടെ ആണുങ്ങളൊക്കെ ചെയ്യുന്ന എങ്ങനെയാ, ഫാക്ടറികളിൽ പോയി ജോലി ചെയ്യും, അല്ലെങ്കിൽ ലിക്കർ ഷോപ്പിൽ പോയി ജോലി ചെയ്യും, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ, അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് അവർ ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡിസബിലിറ്റി കോഴ്സ് ചെയ്ത് അവര് അങ്ങനെ പോയി ചെയ്യും. പിന്നെ പഠിക്കാൻ ആഗ്രഹമുള്ളവരും ബുദ്ധിയുള്ളവരും
വേറെ എന്തെങ്കിലും നല്ല കോഴ്സ് ചെയ്യും, നഴ്സിംഗ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യും. അല്ലാതെ പഠിക്കാൻ താല്പര്യം ഇല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയാനിരിക്കുന്നവര് അവർ പഠിക്കത്തില്ല, കാരണം അവർക്ക് പഠിക്കാൻ ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതുപോലെ അവർ ചാനലുകൾ തുടങ്ങും. ചാനലുകൾ തുടങ്ങി അവർക്ക് റീച്ച് കിട്ടുന്ന അനുസരിച്ച് അവർക്ക് കഞ്ഞി കുടിക്കാൻ പൈസയും കിട്ടും. 1000 പേര് അവന്റെയൊക്കെ ഈ നെഗറ്റീവ് പറയുന്ന വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഇവന് പൈസ കിട്ടും. ആൾക്കാർ കണ്ടില്ലെങ്കിൽ ഇവനൊന്നും പൈസയും കിട്ടത്തില്ല. ആ ചാനലിൽ നിന്നാണ് അവന്റെ കഞ്ഞികൂടി കിട്ടുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങനെയല്ല. ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വായി വരുന്ന ഒന്നും പറഞ്ഞല്ല ഞങ്ങൾ റീച്ച് വാങ്ങിക്കും. ഞങ്ങൾക്ക് ആരുടെയും റീച്ചിന്റെ ആവശ്യമില്ല. യഥാർത്ഥമായിട്ട് ശരിക്കും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരും ഈ ബിസിനസ് എന്താണെന്ന്, ഒരു ബിസിനസ്സും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിയാവുന്ന ആൾക്കാർ മാത്രമേ ഈ ബിസിനസ് ചേരാറുള്ളൂ. അല്ലാത്തവരൊന്നും ചേരത്തില്ല. ഈ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങൾ പുറത്തെങ്ങാനും എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ഞങ്ങൾക്ക് തരാനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണേ പോകാം. പക്ഷെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമേ അല്ല. അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവര് ഒരിക്കലും ഈ ബിസിനസിനെ കുറിച്ച് കാണാനോ കേൾക്കാനോ പോകരുത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമേ അല്ല. ഇത്രയും കാര്യമാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഈ ചില ആൾക്കാർ നെഗറ്റീവ്, ഈ ബിസിനസിനെ കുറിച്ച് കുറേ നെഗറ്റീവ്, ഈ കള്ളത്തരം പറഞ്ഞിട്ട് ഇവനൊക്കെ എന്ത് നേടാനാണ്? നിങ്ങൾക്ക് ഈ കള്ളത്തരം പറഞ്ഞ് 10 പേര് അല്ലെ 1000 പേരിൽ നിങ്ങളുടെ വീഡിയോ എത്തിച്ചിട്ട് നിങ്ങൾക്ക് ആ പൈസയും കൊണ്ട് നിങ്ങൾ കടയിൽ പോയി ആസ്ഡായിലോ അല്ലെങ്കിൽ കോസ്കോയിലോ ഒക്കെ പോയി നിങ്ങളുടെ വീട്ടു ചെലവിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനല്ലേ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നത്? ആ പണം, ഈ കിട്ടിയ പണം, അതായത് കള്ളത്തരം പറഞ്ഞുകൊണ്ട്, അതാണ് കള്ളത്തരം പറഞ്ഞുണ്ടാക്കുന്ന പൈസ. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ പൗണ്ടും അത് വെർത്തല്ല. ദാറ്റ് ഈസ് നോട്ട് വർത്ത്. നിങ്ങൾ ആൾക്കാരെ പറ്റിച്ച് ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ കള്ളത്തരം പറഞ്ഞ് ഉണ്ടാക്കുന്ന പൗണ്ടാണ് നിങ്ങളുടെ ചെലവ് നടത്തുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്പെറന്റ് ആയിട്ട് പറഞ്ഞ് ആൾക്കാരിൽ എന്താണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞ് ഈ ബിസിനസിനെ കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻ അവർക്ക് കൊടുത്തതിന് ശേഷം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അല്ലാത്തവർക്കെല്ലാം ബൈ ബൈ. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ റീച്ച് യു, ഹൂഎവർ ഡൺ ദാറ്റ് വീഡിയോ. ലെറ്റ് ഗോഡ് ഇന്റർവീൻ. ലെറ്റ് ഗോഡ് ഇന്റർവീൻ. ചുമ്മാതെ ഒരാളെ തേജോവധം ചെയ്യും, ചുമ്മാതെ മറ്റുള്ളവരെ, ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനും ചുമ്മാതെ വായി വരുന്ന പറഞ്ഞിട്ട് നിങ്ങൾ സമ്പാദിക്കുന്ന ഓരോ പൗണ്ടിനും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. അതുപോലെയല്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന പണം. ഞങ്ങൾ ആരുടെയും പിടിച്ചു പറിക്കുന്നില്ല. നിങ്ങൾ പിടിച്ചു പറിക്കുമല്ല, നിങ്ങൾ കള്ളത്തരം മറ്റുള്ളവരിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് ഈ ബിസിനസ്സിൽ വരാൻ ആഗ്രഹിക്കുന്ന കുറെ പേരെ ബിസിനസ്സിൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ചെയ്യുന്നത്. നല്ല ഒരു ഓപ്പർച്യൂണിറ്റി അവരുടെ മുന്നിൽ, അവരുടെ ജോലിയോടൊപ്പം തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം അവർക്ക് ഇരുന്ന് ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അവരിൽ നിന്ന് തട്ടി മാറ്റുക ചെയ്യുന്നത്. എത്ര കുടുംബങ്ങളെയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റും കൊണ്ട് നിങ്ങൾ തട്ടി മാറ്റുന്നത്? പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞുണ്ടാക്കുന്ന പൈസ അധികം നാൾ ലാസ്റ്റ് ചെയ്യത്തില്ല. ആ മണിയും കൊണ്ട് നിങ്ങൾ കടയിൽ പോയി സാധനം മാറ്റി നിങ്ങളുടെ കുടുംബത്തെ നോക്കുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ റിവാർഡ്. നല്ലത് ചെയ്താൽ നല്ല റിവാർഡ് നിങ്ങൾക്ക് കിട്ടും, ചീത്ത ചെയ്താൽ ആ ചീത്തയുടെ റിവാർഡ് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പറയത്തില്ലേ, നല്ല വിത്ത് വിതച്ചാൽ നമുക്ക് നല്ലത് കൊയ്യാം, ചീത്ത വിത്ത് വിതച്ചാൽ നിങ്ങൾ അതിൽ നിന്നും ചീത്ത മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും, ഇന്ന് സൺഡേ ആണ്, എന്റെ ലൈവ് ഇച്ചിരി നീണ്ടുപോയി, നമുക്കെല്ലാവർക്കും മറ്റുള്ളവരിൽ നല്ല വിത്ത് വിതയ്ക്കാൻ നോക്കാം. ഈ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നതും പരദൂഷണം പറഞ്ഞു ഉണ്ടാക്കുന്ന പൈസയും കൊണ്ട് എന്ത് നേടാനാണ്? മറ്റുള്ള ഒരു ഫുൾ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഈ പരദൂഷണവും പറഞ്ഞും വായി വരുന്നത് പറഞ്ഞും കമ്പനിയെ കുറിച്ച് അതും ഇതും പറഞ്ഞും ഉണ്ടാക്കുന്ന പൈസ നിങ്ങളുടെ ഒന്നും ലാസ്റ്റ് ചെയ്യത്തില്ല. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ലാസ്റ്റ് യു. ഐ ആം ടെല്ലിങ് യു, യു ഗോയിങ് ടു പേ എ കോൺസിക്വൻസസ് വാട്ട് യു ഹാവ് ഡൺ. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതിന്റെ
കോൺസിക്വൻസസ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടും. നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അല്ലെ നരകത്തിൽ ചെല്ലുമ്പോഴല്ല അത് കിട്ടുന്നത്. യു വിൽ റിസീവ് ദ റിവാർഡ് ഇൻ ദിസ് വേൾഡ്. അപ്പം നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ റിവാർഡ് കിട്ടും, ചീത്ത ചെയ്താൽ ഈ ഭൂമിയിൽ തന്നെ റിവാർഡ് കിട്ടും. സോ whoever doing this damage or injecting this poison into some people's life, അവർക്ക് തന്നെ അതിന്റെ റിവാർഡ് കിട്ടും. സോ ലെറ്റ് സി. ഹാവ് എ ലവ്ലി ഡേ. ഹായ് അഖില, താങ്ക് യു ഫോർ വാച്ചിങ് മീ. വിനയ്, താങ്ക് യു. ഞാൻ നിങ്ങൾ കേൾക്കാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ ചിലര് ചീത്ത പറഞ്ഞ് ചിലപ്പോൾ ഇമെയിൽ അയക്കാറുണ്ട് അല്ലേ? ആ ചീത്ത പറയുന്നതോ നിങ്ങൾ പറയുന്നത് 7 times ബിഗർ ആയിട്ട് അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കും. ഞങ്ങൾക്ക് ആർക്കും അത് ഏക്കത്തില്ല. 7 times ബിഗർ ആയിട്ട് നിങ്ങൾ എന്ത് ബാഡ് കമന്റ് പറയുന്നു അത് ഇറ്റ് വിൽ ഗോ ടു യു ഒൺലി. അതൊരു ബൂമറാങ് ആണ്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അത് ബൂമറാങ് പോലെ നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചടിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പം ഇനിയും എന്തെങ്കിലും കമന്റ് പറയുവാണെങ്കിൽ I will come back with another video if I see another comment. Thank you so much.